നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തിരുത്തൽ കടുപ്പിക്കാൻ സിപിഎം. വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സിപിഎമ്മിൽ നേതൃമാറ്റത്തിന് സാധ്യത. പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന സെക്രട്ടറി എന്നിവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചന. എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തും മാറ്റത്തിന് ആലോചനയുണ്ട്. അടിമുടി പരിഷ്കരണം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഒരു അടിമുടി പരിഷ്കരണത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ സിപിഎം? അതിനുള്ള തീരുമാനം തന്നെയാണ് എന്തായാലും സിപിഎം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിശാലമായ സംസ്ഥാന സമിതി യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അത് സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് നടക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെ വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ ഇവർ എല്ലാം ചേർന്ന് പങ്കെടുക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എന്തായാലും ചേരാൻ പോകുന്നത്. ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിലവിൽ കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന് അപ്പുറം കുറച്ചുകൂടി നേതാക്കൾക്കെതിരായ വിമർശനം, ഒപ്പം തന്നെ മയപ്പെടുത്തിയ വിമർശനങ്ങളെ അത് വീണ്ടും അതേ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഒക്കെ ഉന്നയിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റി നിലവിൽ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന നേതൃയോഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് എന്തായാലും വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടക്കാൻ പോകുന്നത്. അതിലാണ് മാറ്റങ്ങൾക്കുള്ള ഒരു തീരുമാനത്തിലേക്ക്, ആലോചനയിലേക്കൊക്കെ സിപിഎം പോകുന്നത്. എന്തായാലും ആ വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുക. പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ തന്നെ സൂചിപ്പിച്ചത് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം ഉണ്ടാകില്ല, നിങ്ങളുടെ ആഗ്രഹമാണ് എന്നുള്ളതാണ്. പക്ഷേ അത് പൂർണ്ണമായും തള്ളുന്നില്ല അദ്ദേഹവും. ഒപ്പം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പാർട്ടിക്കകത്തും ഒപ്പം തന്നെ പുറത്തുമൊക്കെ ഉയർന്നതാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു മാറ്റമുണ്ടാകണം, കുറച്ചുകൂടി യുവാക്കളായിട്ടുള്ള ആളുകൾ വരണം എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഉയർന്നിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും മാറുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഉറപ്പില്ല. പക്ഷേ അത് സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞായിരിക്കും അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും സമൂലമായ മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ സാധാരണഗതിയിലുള്ള ഒരു മാറ്റമോ തിരുത്തലോ അല്ല നടത്താൻ പോകുന്നത്, അസാധാരണമായ ഒരു മാറ്റമാണ്. അത് വിശാലമായ സംസ്ഥാന കമ്മിറ്റി എന്നുള്ള ഒരു തീരുമാനം തന്നെ അതൊരു അസാധാരണമായ നടപടിയാണ്. സാധാരണ നിലയിൽ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പാർട്ടി പ്ലീനമൊക്കെയാണ് വിളിച്ചു ചേർക്കാറ്. പക്ഷേ അതിനപ്പുറം ഒരു വിശാല സംസ്ഥാന സമിതി ചേരാനാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള തിരുത്തലുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള തിരുത്തലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് സംഘടനാ തലത്തിലും ഒപ്പം തന്നെ നേതാക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഉൾപ്പെടെ ജീവിതശൈലിയിൽ, ഒപ്പം തന്നെ ജനങ്ങളുമായി ഇടപെടുന്ന രീതിയിൽ ഉൾപ്പെടെ മാറ്റം വരുത്താനുള്ള തീരുമാനമാണ് എന്തായാലും കൈക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് നിലവിൽ ഈ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ തന്നെ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിർജ്ജീവമായി പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, ഒപ്പം തന്നെ നേരിട്ട് ഇടപെടാത്ത ആളുകളെ ഉൾപ്പെടെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോകും. അതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലകൾക്ക് ഉൾപ്പെടെ പൂർണ്ണമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ളൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിൽ സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ചർച്ചയുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത വിമർശനമാണ് ജില്ലാ കമ്മിറ്റികളിൽ, ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റികളിൽ, അടുത്തിട്ടുള്ള ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. വലിയ വിമർശനം നടന്നതിന് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട തിരുത്തൽ നടപടികളിൽ കടക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി കൃത്യമായ നിരീക്ഷണത്തിൽ ഉള്ള സംസ്ഥാന സമിതി യോഗമാണ് നിലവിൽ സെപ്റ്റംബറിൽ ചേരാൻ പോകുന്നത്. അതിൽ വലിയ മാറ്റങ്ങളിലേക്ക് സിപിഎം കടക്കും.